ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 1-2 ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ചെറിയ വണ്ടികളേക്ക് ഓടിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ പട്ട വെച്ചിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാനിവിടെ പട്ട എടുത്തിട്ടുള്ളത്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പൗഡറായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വണ്ടിനൊക്കെ എങ്ങനെ ഓടിക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൽ നിന്ന് കുറച്ച് മാത്രം ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടിഷ്യൂ ആണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൻ്റെ തുണി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ് ടിഷ്യൂ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ ടിഷ്യൂ ഇവിടെ ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതൊരു കിഴി രൂപത്തിലേക്കാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളുടെ പട്ട പൊടിച്ച പൗഡർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കിഴിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ടിഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അഴിഞ്ഞു വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്തിട്ട് വെച്ചാൽ മതിയാവും. തുണിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ നൂല് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുത്തനെ ഓടിക്കാനായിട്ടുള്ള നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പരിപ്പ് ഉഴുന്നൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരിയിലുണ്ടെങ്കിൽ അരിയിലൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അധികമൊക്കെ പയറുവകകളൊക്കെ വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കുത്തം വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കി ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുത്തം കുത്തി പോകുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അതിലേക്ക് കുത്തനൊന്നും ഇറങ്ങാനുള്ള ചാൻസ് ഒട്ടും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് താത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കിഴി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് വണ്ടിൻ്റെ ശല്യം ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഞാൻ നമ്മളുടെ കിഴിയൊക്കെ നല്ലപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ കണ്ടെയ്നർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എത്ര മാസക്കണക്കിന് വെച്ചാലും ഒട്ടും തന്നെ അതിൽ കുത്ത വരുന്ന ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിയുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊടിയുപ്പ് എടുത്തിട്ട് ഈ നാരങ്ങയുടെ നമ്മൾ മുറിച്ച ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഉപ്പ് നന്നായിട്ട് അല്ലെങ്കിൽ പിടിച്ചിരിക്കുന്ന രീതിക്ക് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് എങ്കിൽ ആ ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അടപ്പെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഞാൻ ഈ ലെമൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മറിഞ്ഞ് വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിലെ ദുർഗന്ധത്തിനെയൊക്കെ പെട്ടെന്ന് നമ്മളുടെ ഈ ഉപ്പും അതുപോലെ തന്നെ ലെമണും ചേരുന്ന സമയത്ത് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ നമ്മളുടെ ഉപ്പിനും ലെമണും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ബെഡ്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വായു ശുചീകരണത്തിനും ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതേ ഫ്രിഡ്ജിനകത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിമൂവായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലെമൺ വെച്ചിട്ട് തന്നെ നല്ലൊരു എയർ ഫ്രഷ്നർ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെമൺ ഇതുപോലെ സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ പട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പട്ട പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടിയല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്, പട്ട മുഴുവനായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ച ഉടനെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നന്നായിട്ട് തന്നെ ആ ലെമണിൻ്റെ ഇതൊക്കെ നീരൊക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങുന്ന രീതിക്ക് അത് നല്ലോണം വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഒരു 10 മിനിറ്റോളായിട്ട് നമ്മുടെ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാനത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിത് കർട്ടന് അതുപോലെ തന്നെ വീടിൻ്റെ തറയിലൊക്കെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ളതൊന്നും വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കേട് വരാൻ തുടങ്ങുന്ന അങ്ങനത്തെ ലെമൺ എടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഞാനൊരു ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം അതിലേക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കർട്ടൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജനലിനരികിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജനൽ ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശല്യമൊക്കെ ഒഴിവായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തറകളിലും ഒക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ തുടച്ചതിന് ശേഷം. അതല്ല എങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഞാനിവിടെ ബാലൻസ് വന്നിട്ടുള്ളത് നമ്മളുടെ വാഷ് ബേസിലും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ലെമൺ എടുത്തിട്ട് അത് ഒരു കുറച്ച് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ലെമണും പട്ടയും കൂടെ നമ്മൾ തിളപ്പിച്ചെടുത്ത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഞാൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളുടെ തറയൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീക്കിലി വൺസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീടൊക്കെ നല്ല ഒരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പല്ലിയുടെ പാറ്റയുടെ ചെറിയ കുഞ്ഞനുറുമ്പൊക്കെ വരുമല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീക്കിലി വൺസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.